ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പല ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒത്തിരി ഫോളോവേഴ്സിനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിന് ലൈക്കുകൾ കുറവായിരിക്കും. അപ്പോൾ ഈ ലൈക്കുകൾ കുറവാകുമ്പോൾ നമ്മുടെ 10,000, 2,000, 3,000 ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടായിട്ടും നമുക്ക് കിട്ടുന്നത് 10, 20 ലൈക്കൊക്കെ ആണെങ്കിൽ അത് മോശം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓരോ പിക്കിനും കിട്ടിയിട്ടുള്ള ലൈക്കുകളൊക്കെ നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം ഇൻസ്റ്റാഗ്രാമിൽ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭാഗത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലിപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫൈലിലാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. കുമാർ ടെക് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ അതിൽ കയറി എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനിതാ ടൂൺ ആപ്പിൻ്റെ ഒരു പിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് ഐഡി ഞാൻ ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ കാണാം ഹൈഡ് ലൈക്ക് കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് താഴത്തുനിന്ന് മുകളിലേക്ക് രണ്ടാമതായിട്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് കാണില്ല. ആരൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതിലുണ്ടാകുക. അപ്പോൾ ഇത് ചിലവരുടെ ഈ മെത്തേഡ് വർക്കാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴും ശരിയാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് ഈ ടിപ്സൊക്കെ ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾക്ക് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റും ആണ് ഏറ്റവും വില കൂടിയത്. അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.